ശ്രീ വി ശിവദാസൻ MP ഇപ്പോൾ ദുരിതമേഖലയ്ക്ക് ആശ്വാസം പകർന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വയനാട് സന്ദർശനം നമ്മൾ കണ്ടു. അവിടെ വലിയ സഹായം, ആളുകളെല്ലാം വലിയ തോതിൽ വലിയ സഹകരണം ഉറപ്പുവരുത്തുന്നു. ഇതാണ് കേരളം. ഈ ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും പതറാതെ നിൽക്കുന്ന ഒരു ഭരണകൂടം, ഒരു ദുരന്തത്തിൽ ഒരു ജനത അകപ്പെടുമ്പോൾ എങ്ങനെയാണ് ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ 3 ദിവസമായി വയനാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ, അതുപോലെ ജനങ്ങളുടെ ഒരു സഹകരണത്തെ, ഈ ഏകോപനത്തെ എല്ലാം അങ്ങ് നോക്കിക്കാണുന്നത്? ഈ ദുരന്തമുഖത്ത് അശേഷം പകച്ചു പോകരുത് എന്ന് നമ്മളോട് പറയുക മാത്രമല്ല, ജനങ്ങളെ ആകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് അസാമാന്യമായ നേതൃപാഠവുമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും എല്ലാവരും ഒത്തുചേർന്ന്, മന്ത്രിമാർ, അവിടെയുള്ള ജനപ്രതിനിധികൾ എല്ലാവരും ഒത്തുചേർന്ന്, കക്ഷിരാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ജാതി മതത്തിൻ്റെ യാതൊരു തലത്തിലുള്ള നിറവ്യത്യാസങ്ങളുമില്ലാതെ എല്ലാവരും ഈ ദുരന്തഭൂമിയിൽ ഒറ്റക്കെട്ടായി കൈകോർത്ത് നിൽക്കേണ്ടുന്ന ഒരു ഘട്ടമാണിത്. അനാവശ്യമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ളതല്ല ഈ സമയമെന്ന് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഇവിടെ നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ പ്രയാസം അനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് പരമാവധി സഹായം എത്തിക്കുന്നതിന് വേണ്ടി ഇടപെടുക എന്നുള്ളതാണ്. ഞങ്ങൾ പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ, അഭ്യർത്ഥന, അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. ഞങ്ങളുടെ സംഘം മന്ത്രിയോടുൾപ്പെടെ അഭ്യർത്ഥിച്ചത്, ഹോം മിനിസ്റ്ററോടുൾപ്പെടെ അഭ്യർത്ഥന നടത്തിയിട്ടുള്ളതൊക്കെ. അപ്പോൾ നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ദുരന്തമുഖത്ത് ഒന്നായി നിൽക്കണം. മുഖ്യമന്ത്രിയുടെ ആഹ്വാനം അനുസരിച്ച് ഇവിടെ വയനാട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി പരമാവധി ഏജൻസികളെ, സംഘടനകളെ എല്ലാം എങ്ങനെയെല്ലാം കൂട്ടിയോജിപ്പിക്കാൻ പറ്റുമോ അതിനെല്ലാമുള്ള ആലോചനകൾ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിട്ടുള്ള ദുരന്തം എന്ന് പറയുന്നത് ഇത് കേരളത്തിൻ്റെ മാത്രം ഒരു ദുരന്തമല്ലല്ലോ. ഇത് ഇന്ത്യയിലെ ഇത്തരത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ വിരളമാണ്. മീൻസ് ഇനി ഒരിക്കലും ഒരു സ്ഥലത്തും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മളാകെ ആഗ്രഹിക്കുകയും കൂടിയാണ്. അപ്പോൾ അങ്ങനെയൊരു ദുരന്തമുഖത്ത് രാജ്യത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും എത്തിച്ചു കൊടുക്കേണ്ടുന്ന ഒരു ഘട്ടം കൂടിയാണിത്. യൂണിയൻ ഗവൺമെൻറ്റിൽ നിന്ന് അത്തരത്തിലുള്ളൊരു സഹായം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ വെച്ച് പുലർത്തുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യത ഈ റിസ്ക് റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമായി വരുമെന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് രൂപപ്പെടുത്താനും ആ സ്പെഷ്യൽ പാക്കേജ് ഇപ്പോൾ നിലവിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വലിയ സഹായമായി മാറ്റുന്നതിനും കൂടിയുള്ളൊരു ശ്രദ്ധ യൂണിയൻ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ സഹായമായിട്ട് മാറുന്ന ഒരു കാര്യമാണ്. ഇവിടെ വയനാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഓരോ ആളുകളുടെയും കണ്ണീര് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ണീർ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെ നഷ്ടപ്പെട്ട മക്കൾ, അമ്മയെ നഷ്ടപ്പെട്ടവർ, ഒരു കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ടവർ, ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി മാത്രം ബാക്കിയായിട്ടുള്ള വാർത്ത, ഇതൊക്കെ കരളലിയിപ്പിക്കുന്ന കഥകൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മുടെ കാണാമറിയത്തുള്ള ഒരുപാട് ആളുകൾ, അവരെങ്ങനെയാണ് രക്ഷപ്പെടുത്തുക, അവരെ എങ്ങനെ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിലുള്ളൊരു വലിയ ചോദ്യചിഹ്നമാണ്. ആ ചോദ്യചിഹ്നം നമ്മുടെ എല്ലാം ഹൃദയത്തെ പൊള്ളിക്കുകയാണ്. തകർന്നുപോയ വിദ്യാലയങ്ങൾക്ക് പകരമായി എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കേണ്ടുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് വിദ്യാഭ്യാസം കൊടുക്കുക? അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിലാണല്ലോ ഉണ്ടാകുക. ഈ ദുരന്തത്തെ നേരിട്ട് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ആളുകളുടെ മാനസികാവസ്ഥ നമുക്കാർക്കും വായിച്ചെടുക്കാൻ കഴിയാത്തതാണ്. ആ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളെ എങ്ങനെയാണ് അതിൽ നിന്ന് ഒന്ന് മാറ്റിയെടുത്ത് അവരെ വിദ്യാഭ്യാസവും അവരുടെ ആരോഗ്യവും ഒക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നതിലേക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റുക? അതോടൊപ്പം തന്നെ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി ഉണ്ടാവാനിടയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഒരുപക്ഷെ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ സാധ്യതയുള്ള ഒരു ഘട്ടം കൂടിയാണ്. വലിയ ആൾക്കൂട്ടങ്ങളും മറ്റും അവിടെ കൂടിയാലുണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ചുൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരുൾപ്പെടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ദുരന്തമുഖത്ത് ഒരു വലിയ നിലയിലുള്ള പകർച്ചവ്യാധിയും
മറ്റുമൊന്നും ഇല്ലാത്ത വരാതിരിക്കാൻ പറ്റുന്ന നിലയിലുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തുക എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിൽ വരേണ്ടുന്ന ചർച്ച ഈ ചെയ്യേണ്ടുന്ന ദുരന്തമുഖത്തു നിന്നും ഘട്ടമാണ്, സാധാരണ നിലയിലേക്ക് അവിടുത്തെ അതുകൊണ്ട് ജനജീവിതം എല്ലാവരും ചേർന്ന് കെട്ടിപ്പടുക്കാൻ ഒറ്റക്കെട്ടായി വലിയ ദൂരം പ്രവർത്തിക്കുക നമ്മുടെ എന്നുള്ളത് മുന്നിൽ മാത്രമാണ് കിടക്കുകയാണ്. വലിയ ദൂരം തന്നെ സഞ്ചരിക്കേണ്ടതുണ്ട്.